ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏപ്രിൽ 3 വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള മെയിൻ പേജിൽ വന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. വാഗ്ദാനമല്ല UDFിൻ്റെ ഉറപ്പ് എന്ന തലക്കെട്ടിൽ കേരളം ജയിക്കും, UDF നയിക്കും എന്ന മുദ്രാവാക്യത്തോടു കൂടി ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ചന്ദ്രയിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നടപ്പാക്കാൻ പോകുന്ന പുതിയ കേരളത്തിന് ജനകീയ ബദൽ എന്ന തലക്കെട്ടിലാണ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് ഒന്നാമത്തെ വാഗ്ദാനം. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. ക്ഷേമ പെൻഷനുകൾ 3000 വർദ്ധിപ്പിക്കും. യുവജനങ്ങൾക്കും ബിസിനസ് തുടങ്ങാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സാമ്പത്തിക സഹായവും ക്ഷേമവും. ക്ഷേമ പെൻഷൻ എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. ഭിന്നശേഷിക്കാർക്ക് ഇതിനേക്കാൾ 25% അധികം തുക നൽകും. ആശാവർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപയാക്കും. ഭവന പദ്ധതി. 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ച് നൽകും. ഭക്ഷണം. വിശപ്പ് രഹിത കേരളത്തിനായി കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്ന ഇന്ദിര ക്യാൻറ്റീന്. വിവാഹ സഹായം. പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താൻ സ്നേഹ സുമംഗലി ഓഡിറ്റോറിയങ്ങൾ. ആരോഗ്യമേഖലയിലെ മാറ്റങ്ങൾ. സൗജന്യ ചികിത്സ. ആശുപത്രികളിൽ എത്തുന്നവർക്ക് ബെഡ് അവകാശം ഉറപ്പാക്കും. ജപ്തി. ജിപ്മർ മാതൃകയിൽ ബില്ലുകൾ ഇല്ലാത്ത ആശുപത്രികൾ നടപ്പിലാക്കും. പ്രത്യേക വിഭാഗങ്ങൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഷീ ഹോസ്പിറ്റലുകൾ. തീരദേശത്തും ആദിവാസി മേഖലയിലും പ്രത്യേക ആരോഗ്യ കേന്ദ്രങ്ങൾ. സൗജന്യ ഡയാലിസിസ്. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യം. കാരുണ്യ പദ്ധതി. നിന്നുപോയ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് ശ്രുതി തരംഗം പദ്ധതികൾ പുനരാരംഭിക്കും. കർഷകർക്കും തീരദേശവാസികൾക്കും. റബ്ബർ. കിലോക്ക് 300 രൂപ താങ്ങുവിലയും റബ്ബർ കർഷകർക്കായി പ്രത്യേക കമ്പനിയും. നെല്ലിന് കിലോക്ക് 35 രൂപ നൽകും. തുക ഉടൻ ബാങ്ക് അക്കൗണ്ടിലെത്തും. മത്സ്യത്തൊഴിലാളികൾക്ക്. ബോട്ടുകൾക്കും ഓട്ടോ ടാക്സികൾക്കും ഇന്ധന സബ്സിഡി. തീരദേശ പ്രവാസികൾക്കെല്ലാം പട്ടയം ലഭ്യമാക്കും. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവർക്കുള്ള സഹായം 50% വർദ്ധിപ്പിക്കും. മൃഗങ്ങൾ ഇറങ്ങുന്നത് അറിയാൻ പ്രത്യേക ജാഗ്രത സംവിധാനം. വിദ്യാഭ്യാസവും തൊഴിലും. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമുള്ളിടത്തെല്ലാം സ്ഥിരമായി അധിക ബാച്ചുകൾ. സ്കോളർഷിപ്പ്. വിദേശ പഠനത്തിന് KR നാരായണൻ സ്കോളർഷിപ്പ്. വിദ്യാർത്ഥി സുരക്ഷ. റാഗിംഗ് തടയാൻ പ്രത്യേക ആപ്പ്. ജാതി വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല നിയമം. തൊഴിൽ. PSC ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ നിയമം. യുവാക്കൾക്കായി യുവശ്രീ സ്വയം സഹായ ഗ്രൂപ്പുകൾ. വികസനവും യാത്രയും. മെട്രോ. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ, ലൈറ്റ് മെട്രോ റെയിൽവേ. അതിവേഗ റെയിൽ പാതയ്ക്കായി ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് പ്രവർത്തിക്കും. സാമൂഹിക സുരക്ഷയും സമാധാനവും. ലഹരി വിരുദ്ധം. മയക്കുമരുന്ന് മുക്തമാക്കാൻ ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ പദ്ധതി. സമാധാന വകുപ്പ്. രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും തടയാൻ പ്രത്യേക സമാധാന വകുപ്പ്. മതസൗഹാർദ്ദം. എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കാൻ സഹിഷ്ണുതാ മന്ത്രാലയം. പ്രവാസി ക്ഷേമനിധിയിൽ ചേരാനുള്ള പ്രായപരിധി ഒഴിവാക്കും. ഇങ്ങനെ പുതിയ പദ്ധതികളുമായിട്ടാണ് UDF ജനങ്ങളുടെ മുമ്പിലെത്തുന്നത്. കൃത്യമായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനത്തിൽ ഒരു ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന
ശുഭപ്രതീക്ഷയിലാണ് ഓരോ വോട്ടർമാരും. നിങ്ങളുടെ ഓരോ വോട്ടും UDF സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ചിഹ്നത്തിൽ നൽകി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് ഈ സമയത്ത് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് UDF.